നമുക്ക് ഈ പള്ളിയോട് തന്നെ അടുത്ത് കാണാൻ പറ്റുന്ന ഒരു ഔസേപ്പ് പിതാവിൻ്റെയും മാതാവിൻ്റെയും ഒരു വിവാഹ ഫോട്ടോയാണ്. മറ്റൊരു പള്ളിയിലും കാണാത്ത ഒരു പ്രത്യേകതയാണ് ഇവിടെ ഉള്ളത്. അത് നമുക്കിവിടെ കാണാം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എറണാകുളം ജില്ലയിലെ കാക്കൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു കൊച്ചു ദേവാലയത്തെ പറ്റിയാണ്. ഈ ദേവാലയത്തിൻ്റെ ചരിത്ര പ്രാധാന്യത്തെക്കുറിച്ചുമാണ് ഈ വീഡിയോയിൽ നിങ്ങളോട് പറയുന്നത്. ഈ ദേവാലയം വളരെ വിശാലമായ ഒരു വ്യൂ പോയിന്റിലാണ് ഇരിക്കുന്നത്. എല്ലാവർക്കും വന്ന് കണ്ടു കഴിഞ്ഞാൽ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലേസിൽ നല്ല സീനറിയോട് കൂടിയാണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ചരിത്ര പ്രാധാന്യത്തെപ്പറ്റി പറയുവാണെങ്കിൽ 1881 സ്ഥാപിതമായ ഔസേപ്പ് പിതാവിൻ്റെ നാമധേയത്തിലുള്ള ഒരു ദേവാലയമാണ്. ഈ ദേവാലയം പാലാ രൂപതയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രം പോലെ അറിയപ്പെടുന്ന ഒരു ദേവാലയം. ഈ ദേവാലയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ദേവാലയത്തിൻ്റെ പരിസര പ്രദേശമാണ്. ഇത് വലിയൊരു ഉയർന്ന പ്രദേശത്ത് ഇരിക്കുന്നത് കൊണ്ട് തന്നെ നല്ല കാഴ്ചയ്ക്ക് നല്ല ഭംഗിയുണ്ട്. അതുപോലെ ഇത് വളരെ പുരാതന കാലത്ത് നിർമ്മിതമായതുകൊണ്ട് അതിൻ്റെ വാസ്തുകലകളും ശില്പരീതികളുമൊക്കെ ഈ ദേവാലയം വ്യത്യസ്തമാക്കുന്നതാണ്. പ്രധാനപ്പെട്ട ഒരു കൽക്കുരിശ്, അതിനുശേഷം നല്ല വിശാലമായ ഒരു മുറ്റം, പിന്നെ നല്ല പ്രകൃതി രമണീയമായ പ്രദേശവുമാണ്. ഞാൻ ഈ ദേവാലയത്തിൽ വരുമ്പോൾ ഏകദേശം മോർണിംഗ് സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ ദേവാലയത്തിൻ്റെ തിരുക്കർമ്മങ്ങൾ ആരംഭിക്കാൻ പോകുന്നതാണ്. അതുപോലെ തന്നെ വിശാലമായ ഒരു കൽപ്പടവുകൾ കയറിയാണ് ഈ ദേവാലയത്തിലേക്ക് വരുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ കാണാൻ നല്ല സീനറിയോടുകൂടിയ ഒരു പ്രദേശമാണ്. നല്ല പ്രകൃതിയോട് നല്ല ഇണങ്ങിച്ചേർന്ന് കിടക്കുന്ന ഒരു ദേവാലയം, ശാന്തസുന്ദരമായ ഒരു ഭക്തിസാന്ദ്രമായ ഒരു ദേവാലയത്തിൻ്റെ പരിസര പ്രദേശമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ കാക്കൂർ എന്ന് പറയുന്ന പ്രദേശത്താണ്. കാക്കൂർ വളരെ ഒരുപാട് കർഷകരും അതുപോലെ കാളവേലൊക്കെ നടക്കുന്ന ഒരു പ്രദേശമാണ്. ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒന്നുചേരുന്ന ഒരു ദേവാലയം എന്ന രീതിയിൽ ഇത് വളരെ പ്രസിദ്ധമാണ്. ഇവിടെ ഔസേപ്പ് പിതാവിൻ്റെ പിതാപാത എന്ന് പറയുന്ന 14 സ്ഥലങ്ങൾ ചേർന്ന പ്രാർത്ഥനാ പോയിന്റുകളുണ്ട്. അവിടെ നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇതിൻ്റെ ഫ്രണ്ട് വശത്ത് ഔസേപ്പ് പിതാവിൻ്റെ നല്ലൊരു രൂപക്കൂടുണ്ട്. അവിടെ ഔസേപ്പ് പിതാവ് ഉണ്ണീശോയെ എടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു രൂപവും സ്ഥാപിച്ചിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ നല്ലൊരു പ്ലോട്ടോ, മാതാവിൻ്റെ ഒരു പ്ലോട്ടോയും അതിനോട് ചേർന്നൊരു ചെറിയ കുളവും അത് മീനൊക്കെയുണ്ട്. നല്ലൊരു കിണറും നല്ല കലാഭംഗിയോടുകൂടി ചിത്രീകരിച്ചിട്ടുണ്ട്. അതും നമുക്കിവിടെ കാണാവുന്നതാണ്. ഈ പിതാപാത ഈ പള്ളിക്ക് ചുറ്റുമാണ് നടക്കുന്നത്. കുറച്ച് ദേവാലയമാണ് ഇത്. ഒരിക്കലെങ്കിലും നമ്മൾ ഈ ദേവാലയം ഒന്ന് സന്ദർശിച്ചിരിക്കേണ്ടതാണ്. അത്രയും ചരിത്ര പ്രാധാന്യം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. മറ്റാളുകൾ ഇവിടെ സന്ദർശിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ പ്രകൃതി ഭംഗി നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ രാവിലെ ഇവിടെ കുർബാന നടക്കുന്ന ഒരു സമയമാണ്. കുർബാനയ്ക്ക് വേണ്ടി ആൾക്കാരെല്ലാം എത്തിച്ചേർന്നിട്ടുണ്ട്. പള്ളിയിലെ തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുന്നുണ്ട്. പള്ളിയിലെ പുറകിലായിട്ട് ഔസേപ്പ് പിതാവും മാതാവിൻ്റെയും ഒരു വിവാഹ ഫോട്ടോ ഉണ്ട്. ഇവിടുത്തെ തിരുനാൾ തന്നെ വിവാഹ തിരുനാളാണ് ഔസേപ്പ് പിതാവ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ ദേവാലയം സന്ദർശിക്കും.